വഖഫ് ഭേദഗതി ബില്ലിന് JPCയുടെ അംഗീകാരം. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സംയുക്ത പാർലമെന്ററി സമിതി തള്ളി. 22 ഭേദഗതികളാണ് ഭരണപക്ഷം നിർദ്ദേശിച്ചത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ഭേദഗതികൾ എങ്ങനെ പരിഗണിക്കപ്പെട്ടു? വിവരങ്ങൾ. വീണ, വഖഫ് നിയമ ഭേദഗതി പരിശോധിക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഈ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ട് ശുപാർശ നൽകാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ചേർന്നിട്ടുള്ള JPC യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾ JPCയുടെ അധ്യക്ഷനും ചെയർമാനും തള്ളിയിരിക്കുകയാണ്. അപ്പം ഭൂരിപക്ഷ അഭിപ്രായം പരിശോധിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ഭേദഗതികൾ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമ ഭേദഗതി ബില്ല് അതിൽ ചില ഭേദഗതികളിൽ മാത്രം ശുപാർശ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ചില ഭേദഗതികൾക്ക് മാത്രം ശുപാർശകൾ നൽകിക്കൊണ്ട് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഉടൻ തന്നെ പാർലമെന്റിൽ അതിന്റെ ശുപാർശകൾ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. JPC കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ MP ഉൾപ്പെടെയുള്ളവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നു. ഒപ്പം JPCയുടെ യോഗങ്ങൾ തുടർച്ചയായി ചേർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി JPCയുടെ യോഗങ്ങൾ നടന്നു. ഇന്ന് ചേർന്നിട്ടുള്ള യോഗത്തിലാണ് വഖഫ് നിയമ ഭേദഗതി, അതായത് 1954 നിലവിൽ വരികയും പിന്നീട് കാര്യമായ മാറ്റങ്ങൾ 1995 2013 കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമത്തിൽ നിലവിലെ നിയമപ്രകാരം വഖഫ് ബോർഡിന് രാജ്യത്ത് ഏതു ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുന്നതും അതിൻ്റെ നിയമ നടപടികൾ സർക്കാരിനപ്പുറത്തേക്ക് ഒരു സമാന്തര തലത്തിൽ വഖഫ് ബോർഡിന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അത് കോടതികളിൽ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് നിലവിലെ വഖഫ് നിയമത്തിൽ വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളും നിയമ പ്രാബല്യവും വഖഫ് ബോർഡിന് നൽകുന്നുണ്ട്. അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് 44 അമെൻമെന്റുകൾ 44 ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വഖഫ് ബോർഡ് പൂർണ്ണമായും സർക്കാർ നിയമത്തിനകത്തേക്ക് വരും എന്നുള്ളതാണ്. നിലവിൽ ഈ ഭൂമിയുടെ അളവുകൾ പരിശോധിക്കുന്നതും അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടുന്നതും സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഈ ബോർഡ് നിർദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ജില്ലാ കളക്ടർക്കായിരിക്കും ഇനി മുതൽ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട ഭൂമി പരിശോധിക്കുന്നതിനും ആ പ്രശ്നത്തിൽ ഇടപെടുന്നതിനുമുള്ള അധികാരമുണ്ടാവുക. ഒപ്പം വഖഫ് ബോർഡിൽ മുസ്ലിം സമുദായത്തിനപ്പുറത്തേക്കുള്ള മറ്റു സമുദായത്തിൽ നിന്നുള്ള 2 പേരെ കൂടിയും ഉൾപ്പെടുത്തേണ്ടി വരും. സർക്കാർ തലത്തിൽ ആ ബോർഡ് രൂപീകരിക്കുന്നതിന് സർക്കാർ തലത്തിൽ വ്യക്തമായ ഇടപെടലുണ്ടാകും. അത്തരത്തിൽ വഖഫ് ബോർഡിനും വഖഫ് ബോർഡിന്റെ നിലവിലെ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി രാജ്യത്തെ നിയമ സംവിധാനത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ലോക്സഭയിൽ അവതരിപ്പിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങളുടെയും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി വിട്ടിട്ടുള്ളത്. ഇപ്പോൾ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകുന്നു. 29-ന്, അതായത് മറ്റന്നാൾ വീണ്ടും JPCയുടെ യോഗം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കുന്ന സംയുക്ത കമ്മിറ്റിയുടെ അവസാനത്തെ യോഗമായിരിക്കും 29-ന് ചേരുക. ആ യോഗത്തിന് ശേഷമായിരിക്കും കമ്മിറ്റിയുടെ ശുപാർശകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിന് മുൻപാകെ സമർപ്പിക്കാനുള്ള അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളത് കമ്മിറ്റിയുടെ ചെയർമാൻ ജഗദാംബിക പാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ ബില്ല് വീണ്ടും സഭയുടെ പരിഗണനയ്ക്ക് ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത്തരത്തിലാണെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കുന്നതിന് ഈ ബജറ്റ് സമ്മേളനം തന്നെ സാക്ഷ്യം വഹിക്കും എന്ന് മനസ്സിലാക്കും. ഒപ്പം ഈ ഈ ബില്ലിന് സമിതി അംഗീകാരം നൽകി എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം സമിതിയുടെ ചില പരാമർശങ്ങൾ ജഗദാംബിക പാൽ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ബീഹാറിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കർണാടകയിലും ഉൾപ്പെടെയും വഖഫ് നിയമ ഭേദഗതി കാരണം അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ നിലവിലെ ഇടപെടലുകൾ കാരണം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഗ്രാമങ്ങളിൽ ഈ JPC സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിന് ശേഷം ജഗദാംബിക പാലും ഒപ്പം കമ്മിറ്റി അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ രാജ്യത്ത് ഭൂമി കീഴടക്കുന്നു എന്നുള്ള പ്രതികരണം ഈ JPC നടത്തിയിരുന്നു. അതായത് നിയമങ്ങൾക്കപ്പുറത്തേക്ക്, രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കപ്പുറത്തേക്ക് ഭൂമികളിൽ മേൽ ഇത്തരത്തിൽ വഖഫ് ബോർഡ് അധികാരം സ്ഥാപിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് അതിന്റെ ചെയർമാന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്.